എവ്രി വൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നിക്കാണും സാരി ഡ്രേപ്പിംഗ് വീഡിയോയുമായിട്ടാണ്. ഈ ഒരു സാരി നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. സാറ്റിൻ മെറ്റീരിയൽ പോലത്തെ ഇതൊരു ക്ലോത്ത് ആണ്. ആക്ച്വലി ഞാൻ ക്ലോത്ത് വാങ്ങിച്ചിരുന്നതാണ്. ഈ സാരിയും ഇതും ബ്ലൗസും കൂടെ തന്നെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇത് ഇന്നൊന്ന് ഇതിൽ വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 2-3 സ്റ്റൈൽസ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നോക്കാം. ഇങ്ങനത്തെ സാരി ആവുന്ന സമയത്ത് ഇതിന്റെ ഏത് തലയാണ്, ഇത് 2 സൈഡും ഒരേപോലെയാണ്. ഏതാണ് തല ഏതാണ് ഉടൽ എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനൊരു എളുപ്പ വഴിയല്ല, ഇതിന് പണ്ടത്തെ ആളുകൾ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഇവിടെ എങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കും. പിന്നെ അത് സാരി ഊരി പോവാതിരിക്കാനും ഒരു റെമഡിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ ഒരു കെട്ട് വെച്ച് കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങോട്ട് കുത്തേണ്ട ഭാഗമാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേറെ ഡീറ്റെയിൽ 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാരി ഡ്രേപ്പിംഗിന്റെ. എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാം. വലതുവശത്തേക്കാണ് നമ്മൾ സാരി ആദ്യത്തെ കുത്തല് കുത്തണത്. സാരി എടുത്തതിന് ശേഷം വലതുവശത്ത് കുത്തുക. ഈ ഒരു കുത്തല് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ടേൺ നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു ഇതെടുത്തതിന് ശേഷം ഒരൊറ്റ ടേൺ. ഓക്കെ, ടേണിന് ശേഷം എഗെയിൻ വന്നിട്ട് സാരി ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമ്മുടെ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് കേട്ടോ. നിങ്ങൾ സാൻഡൽസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് ഏതാണോ അതിനനുസരിച്ച് വേണം സാരി ഉടുക്കാനായിട്ട്. ഹീൽസ് ആണെങ്കിൽ ഹീൽസ് ഇട്ടിട്ട് സാരി ഉടുക്കുക. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ ഞാൻ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം എടുത്തിട്ട്, ഞാൻ സിംഗിൾ പ്ലീറ്റ് ആണ് ഒന്നാമത്തത് ഇടുന്നത്, പിന്നെ ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലെങ്ത് ഇതിൻ്റെത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സാരി ഉടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ ഭയങ്കര ഹൈറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ലെങ്ത് കുറച്ചിട്ട് മുന്താണി എടുക്കുക. ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ലെങ്ത് കൂട്ടി മുന്താണി എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്റെ ഈ ഒരു നമ്മുടെ ആ ഒരു നീയുടെയും ആങ്കിളിന്റെയും മിഡിൽ വരെയാണ് കേട്ടോ വേണ്ടത്. നീയുടെ ആ ബാക്ക് ഭാഗത്തിന്റെയും ആങ്കിളിന്റെ മിഡിൽ വരെയാണ് എടുക്കുന്നത്, അവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ സിംഗിൾ പ്ലേറ്റ് ഇടുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ലെങ്ത് മതി നമുക്ക്. പിന്നെ നമ്മൾ കയ്യിലേക്ക് വരുന്ന സമയത്ത് താഴേക്ക് കുത്തും, അല്ലെങ്കിൽ അതൊന്നും ആ ഒരു നീ ലെങ്ത് മതി നമുക്ക് പ്ലീറ്റ്സ് ഇല്ലാത്ത സമയത്ത്, സിംഗിൾ പ്ലീറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇത് എഗെയിൻ എടുത്തിട്ട് നമ്മൾ ഒരു കറക്കം കറങ്ങി, ഇനി എഗെയിൻ ഒരൊറ്റ വട്ടവും കൂടെ ഇതാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇടുക. ഓക്കെ, ഇങ്ങനത്തെ സാരികൾ ഉടുക്കാൻ നമുക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. ഒരു റിസ്കും ഇല്ലാതെ നമുക്ക് ഉടുത്തിട്ട് പോവാം. ഇവിടെ ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഉള്ളിലേക്ക് താഴ്ത്തി കുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ പിന്നെടുത്ത് കുത്തി കൊടുക്കണം എന്നുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ നന്നായിട്ട് വലിച്ച്, കണ്ടില്ലേ, ഈ ഒരു തുമ്പ് ഭാഗത്താണ് ഇവിടെ തന്നെ കുത്തി കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ അവിടെ എവിടെയും കുത്തരുത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പിന്ന് കുത്താതെ എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിക്കുക, ഇവിടേക്ക് കണ്ടില്ലേ, ഈ കൈ ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെയും പിടിക്കുക നമ്മുടെ കൈയുടെ ഇവിടേക്ക്, എന്നിട്ട് ഇവിടെ തുടങ്ങാം. ഇവിടുന്ന് പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം കേട്ടോ. പ്ലീറ്റ്സ് എടുക്കുന്നത് ഇങ്ങനെയാണേ. ഇതാ കണ്ടില്ലേ, ഇത് ഇവിടെ പിടുത്തം വരും. മുന്നിലത്തത് ഇങ്ങനെ ഈ വിരല് വെച്ച് ഇവിടേക്ക് അമർത്തി കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുക്കുക. ഞാൻ ചെറുതാക്കിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് എത്ര ചെറുതാക്കി എടുത്താലും അവിടെ കിടന്നോളും. കേട്ടോ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ സൈഡിലേക്ക് ഒരു പിന്നൂത്തി കൊടുക്കുക ഇവിടെ. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കുത്താം ശരിക്കും. ആ കുത്തുന്ന സമയത്ത് ഒന്ന് പിടിച്ചിട്ട് കണ്ടോ, ഇത് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് പിടിച്ചു കൊടുക്കുക. ഇങ്ങനെയൊന്നും ആക്കി കൊടുത്താൽ കുറെയൊക്കെ കറക്റ്റ് വരും കേട്ടോ നമുക്ക് പ്ലീറ്റ്സ്. ഞാനൊന്നുകൂടെ വിട്ടിട്ടുണ്ട്, ഒന്ന് പരത്തി പിടിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വിട്ടത്. ഞാൻ ആ കൈ വെച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇടത്തെ കൈ ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കുത്താൻ പോവാണ്.
കൈ വെച്ചത് കണ്ടോ നിങ്ങൾ, പരത്തി അവിടെ വെച്ച് കൊടുത്തു. ഇങ്ങനത്തെ സാരി ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങോട്ട് നമ്മളിപ്പോൾ ആ തുമ്പുഭാഗം മാത്രം പിടിച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം അങ്ങ് ഒഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇടത്തെ കൈ അവിടെ പരത്തി വെച്ച് കൊടുത്തത്. എന്നിട്ട് മറ്റേ വലത്ത് കൈ കൊണ്ട് അവിടെ ഒന്ന് പിടിച്ചിട്ടാണ് ഞാൻ പിന്നെ കുത്തുന്നത്. കാണുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. കുത്തുന്ന സമയത്തും നിങ്ങളുടെ ബെല്ലി ബട്ടൺ ആണ് നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ ഒരു പ്ലീറ്റ്സ് വരേണ്ടത്. ഓക്കെ, ആ രീതിയിൽ വേണം കുത്താനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഉള്ളോട്ടേക്ക് ഇറക്കി കൊടുക്കുക. വലത് കൈ വെച്ചിട്ട് നന്നാക്കിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ സൈസ് ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ പരന്നവിടെ കിടന്നോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു വയറ് തോന്നുന്ന പോലെ തോന്നും, അങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുകയാണെങ്കിൽ. അപ്പോൾ കുത്തൽ കഴിഞ്ഞിട്ടുണ്ട് പരിപാടി. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതാണ്. ചെറിയൊരു പടി നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഒന്നിങ്ങനെ, കാണുന്നുണ്ടോ നിങ്ങള്? എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് പറയൂ. ഇതാ കണ്ടോ? സോ ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനത്തെ സാരികൾക്കാണ് കേട്ടോ ഇത് പോസിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ കട്ടിയുള്ള ഒരു സാരി എടുത്തിട്ട് ഈ രീതി ചെയ്യരുത്. ഇങ്ങനത്തെ സാരികൾക്ക് ഇത് പോസിബിൾ ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ സാരി ആകുമ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ വന്നോളൂ. ഉള്ളിലേക്ക് ചുരുക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ടാ ചുരുക്കി കൊടുത്തപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇനി ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ എടുത്തിട്ട്. കാരണം ഇതിന്റെ ഒരു നീറ്റ്നെസ് കാണാൻ നമ്മൾ ഇവിടെ കുത്തി കഴിഞ്ഞാലാണ്, കറക്റ്റ് ഇവിടെ കുത്തി കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഒന്നും കൂടെ വലിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ വലിച്ചു പിടിച്ചു ആദ്യം. ആ വലിച്ചു പിടിച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇനി ഇത് ഇതാ 1 2 3 4. ആ ചുരുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? ഇനി ഇത് വന്നിട്ട് കെട്ടിക്കൊടുത്താലും മതി. കണ്ടല്ലേ? ഇത് കണ്ടല്ലേ? ഇതൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ചുരുക്കം ഒന്ന് കൂട്ടിയിട്ട് പിന്നെ വെക്കുക. ഇനി നമ്മൾ മേലെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കണ്ടോ, ഈക്വൽ ആയിട്ട് 2 സൈഡിലേക്കും എടുക്കുക. ഇങ്ങനെ കുത്തി കൊടുക്കുക. നീറ്റാക്കി കുത്തി കൊടുക്കുക കേട്ടോ. ബാക്കിൽ കറക്റ്റ് ആയിട്ട് അതവിടെ കിടന്നോളൂ. സോ നെക്സ്റ്റ് നമ്മൾ ഈ സംഭവം എടുക്കണു. ഇപ്പൊ തന്നെ പ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ വി ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് ദേർ. സോ നെക്സ്റ്റ് ഇങ്ങനെ എടുക്കുന്നു. ഞാൻ ആദ്യം പ്ലീറ്റ്സ് ഇല്ലാതൊന്ന് കാണിച്ചു തരാം. ഒന്നത് വന്നിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും, ഇഷ്ടപ്പെട്ടത് ഏത് ലുക്കാന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവരിവൺ.